എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ ചുവന്ന സന്യാസി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. കാലുകൾ സ്റ്റാൻലിയുടെ അരികിൽ നിശ്ചലമായി. അയാൾ പതിയെ തല ഉയർത്തി. തന്റെ മുന്നിൽ രണ്ടുപേർ മല പോലെ വളർന്നു നിൽക്കുന്നത് അയാൾ കണ്ടു. ആഭ്യന്തരമന്ത്രിയുടെ മൃതദേഹവുമായി പോയവരും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നതെന്ന് അയാൾ ഓർത്തു. എണീക്കട, കനത്ത ശബ്ദത്തിൽ അവരിൽ ഒരാൾ പറഞ്ഞു. ദിവ്യമാത നിനക്കുള്ള സ്വീകരണ പരിപാടികൾ ഒരുക്കി കാത്തിരിക്കുന്നു. ആസന്നമായ അപകടം അയാൾക്കുറപ്പായി. താൻ കൊടുത്ത ഫിലിം ഒറിജിനൽ അല്ലെന്ന് അവർ മനസ്സിലാക്കിയിരിക്കും. സ്റ്റാൻലി എണീറ്റു. അവർ അയാളെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി. പുറത്ത് വെളിച്ചമുള്ള ഇടനാഴിയിൽ ഒരു വിധേന ബാലൻസ് പിടിച്ച് അയാൾ നിന്നു. നടക്ക്! അവർ സ്റ്റാൻലിയെ തോക്കിന്റെ പാത്തി കൊണ്ട് മുന്നോട്ട് തള്ളി. ഇടനാഴിയുടെ അങ്ങേയറ്റത്തെ റൂമിൽ മാത കാത്തിരിക്കുകയായിരുന്നു. വരൂ വരൂ, മാത വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ ടോർച്ചർ റൂം പോലെയുള്ള ഒന്നാണതെന്ന് സ്റ്റാൻലി അറിഞ്ഞു. അയാൾ മാതായുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. പത്രപ്രവർത്തകന് നല്ല തളർച്ചയുണ്ടെന്നറിയാം. ചൂടുള്ള പൊറോട്ടയും മട്ടൻ ചാപ്സും തനിക്ക് കഴിക്കാനായി ഇവിടെ വച്ചിട്ടുണ്ട്. മാതാ കൈ ചൂണ്ടി. മേശപ്പുറത്ത് അടച്ചു വച്ചിരുന്ന പാത്രങ്ങൾ കണ്ടു. മട്ടൻ ചാപ്സിന്റെ രുചികരമായ ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. അതുവരെ മയങ്ങിക്കിടന്നിരുന്ന വിശപ്പ് പൊടുന്നനെ ഉയർത്തെഴുന്നേറ്റു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ട് നിനക്ക് ഭക്ഷണം കഴിക്കുകയോ വിശ്രമിക്കുകയോ ആവാം. മാതാ സ്വരമുയർത്തി. നീ എനിക്ക് തന്ന ഫിലിമുകൾ വെറും കബളിപ്പിക്കൽ. അതിന്റെ ഒറിജിനൽ എവിടെയാണ്? സ്റ്റാൻലി ശബ്ദിച്ചില്ല. നിന്റെ നാവിന് കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എത്രയും വേഗം പറയുന്നുവോ അത്രയും നല്ലത്. എനിക്കിപ്പോ സമയത്തിന് ഒരുപാട് വിലയുണ്ട്. എന്തു വന്നാലും ഫിലിം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് സ്റ്റാൻലി ഉറച്ചു കഴിഞ്ഞു. ഇവർക്കെതിരെ പ്രയോഗിക്കാനുള്ള വജ്രായുധമാണത്. സമയം വൈകുന്നു. മാത അസ്വസ്ഥയായി. ഒരു പത്രപ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ ഇത്രയും സമയം അനുവദിച്ചു തന്നത്. ഫിലിമിനെ കുറിച്ച് എന്നിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നെ കൊല്ലാക്കൊല ചെയ്താലും ശരി, സ്റ്റാൻലി തീർത്തു പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ വരട്ടെ. മാത തന്റെ അനുചരർക്ക് എന്തോ സിഗ്നൽ നൽകി. അടുത്ത ക്ഷണം തോക്കിന്റെ പാത്തി കൊണ്ടുള്ള അടിയേറ്റ് സ്റ്റാൻലി വേച്ചുപോയി. പറയടാ. ഇല്ല, പറയില്ല. വീണ്ടും അടി വീണു. സ്റ്റാൻലി പുളഞ്ഞുപോയി. വായുവിൽ സീൽക്കാരങ്ങൾ ഉയർത്തി തോക്കിന്റെ പാത്തി പാഞ്ഞു വന്നു. സ്റ്റാൻലി അതിൽ കടന്നു പിടിച്ചു വലിച്ചു. അനന്തരം ശത്രുവിന്റെ നെഞ്ചിൽ ഊക്കോടെ തൊഴിച്ചു. ആ നീക്കം അപ്രതീക്ഷിതമായിരുന്നു. മാതായുടെ അംഗരക്ഷകരിൽ ഒരാൾ മലർന്നു വീണു. തോക്കുമായി സ്റ്റാൻലി കുതിച്ചു ചാടി. തോക്കിന്റെ ബാരൽ മാതായുടെ നെഞ്ചിലമർന്നു. സ്റ്റോപ്പ്! സ്റ്റാൻലിയുടെ ശബ്ദം ഇടിമുഴക്കമായി അവിടെ പ്രതിധ്വനിച്ചു. തോക്കുയർത്തിയ കൈകൾ നിശ്ചലമായി. മാത വിറച്ചു. സ്റ്റാൻലിയുടെ ചൂണ്ടുവിരൽ ട്രിഗറിൽ തഴുകി. ഇനി എന്റെ അനുവാദം കൂടാതെ ആരെങ്കിലും ചലിച്ചു പോയാൽ. ആരും ചലിക്കില്ലെന്ന് സ്റ്റാൻലിക്ക് അറിയാമായിരുന്നു. അയാൾ തുടർന്നു. നിങ്ങൾ അമ്മയെന്ന് വിളിക്കുന്ന ഈ നശിച്ച സ്ത്രീയുടെ ശരീരം ഇവിടെ പിടഞ്ഞു വീഴും. തോക്കേന്തിയ കൈകൾ താണു. അവർ മാതായുടെ മുഖത്തേക്ക് നോക്കി. വിളറി വെളുത്തു നിൽക്കുകയാണവർ. കാണട്ടെ നിന്റെ ദിവ്യശക്തികൾ. നിന്റെ ദിവ്യത്വം കൊണ്ട് തോക്കിനെ ഓടക്കുഴലാക്കിക്കൂടെ? ബുള്ളറ്റുകളെ മുല്ലപ്പൂക്കളാക്കാൻ നിന്റെ ദിവ്യത്വത്തിന് കഴിയുമോ? മാത അനങ്ങിയില്ല. തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണിത്. തോക്ക് മുട്ടിയിരിക്കുന്ന ഭാഗം ചുട്ടുപഴുക്കുന്നതായി തോന്നി അവർക്ക്. ഫിലിം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ നിനക്ക് തരാൻ മനസ്സില്ല. നിന്റെ മൂക്കിന് കീഴിൽ തന്നെ രഹസ്യങ്ങൾ എനിക്ക് ചോർത്തിത്തരുവാൻ ആളുണ്ട്. കണ്ടുപിടിക്കാമെങ്കിൽ നീ കണ്ടുപിടിക്കും. മകനെ, ശാന്തസ്വരത്തിൽ മാതാ വിളിച്ചു. എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയിരിക്കുന്ന നിന്റെ കൈകൾ അവിടെ തന്നെ കാണുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടടി, ഉണ്ട്, സ്റ്റാൻലി വിജയഭാവത്തിൽ അറിയിച്ചു. എൻ്റെ ഒരു കൈ പോയാൽ നിന്റെ കഴുത്തിനുമേൽ ജീവനുണ്ടായിരിക്കില്ല. ഇത് പറയുന്നത് സ്റ്റാൻലിയാണ്. അംഗരക്ഷകർ എന്തു വേണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. എനിക്ക് രക്ഷപ്പെടണം. അതിന് നിന്റെ സഹായം വേണം. സ്റ്റാൻലി
മാതായുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. നിന്റെ കാവൽ നായ്ക്കളോട് പറ, നമ്മെ പിന്തുടരുകയോ എന്തെങ്കിലും വിഡ്ഢിത്തം കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന്. മാതാ അംഗരക്ഷകരെ നോക്കി. സ്റ്റാൻലിയെ അനുസരിക്കുക. നടക്ക് പുറത്തേക്ക്. സ്റ്റാൻലി അവരുടെ മാറിൽ നിന്ന് തോക്കുമാറ്റി പതിയെ കഴുത്തിലമർത്തി. ഇരുവരും പുറത്തേക്ക് നീങ്ങി. അവർക്ക് മുന്നിൽ വാതിൽ തനിയെ തുറക്കപ്പെട്ടു. ആശ്രമത്തിൻ്റെ പുറത്തെത്തി അവർ. നമുക്കൊരു കാറിൽ പോകാം, ഡ്രൈവ് ചെയ്യുന്നത് നീ. മാതായെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. ആശ്രമമുറ്റത്തുണ്ടായിരുന്ന അന്തേവാസികൾ സ്തംഭിച്ചു നിൽക്കുകയാണ്. സ്റ്റാൻലി പിന്നിൽ കയറി. തോക്കിൻ്റെ ലക്ഷ്യം മാതായുടെ ശിരസ്സു തന്നെ. മാതാ കാർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും പോലീസ് വാഹനത്തിൻ്റെ മൂളൽ കേട്ടു. ഗേറ്റ് തുറക്കപ്പെട്ടു. സിഗ്നൽ ലൈറ്റ് ഇട്ടുകൊണ്ട് പാഞ്ഞു വന്ന ജീപ്പ് കാറിന് മുന്നിൽ നിന്നു. മാതായുടെ ചുണ്ടിൽ ചിരിയുണ്ടായി. സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ സർക്കിൾ ഇൻസ്പെക്ടർ അലക്സാണ്ടർ ഡിസൂസ കാറിനരികിലേക്ക് ഓടിയെത്തി. കത്തുന്ന കണ്ണുകൾ കൊണ്ട് അയാൾ സ്റ്റാൻലിയെ നോക്കി. മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങൾക്കിതെന്താ ഭ്രാന്ത് പിടിച്ചോ? സാർ, ഇവൾ ഒന്നും പറയണ്ട, പുറത്തിറങ്ങൂ. ഇവൾ സ്വാമിനിയൊന്നുമല്ല സാർ, ജനങ്ങളെ വഞ്ചിച്ചു കഴിയുന്നവളാണ്. നിങ്ങൾ ആദ്യം തോക്ക് മാറ്റൂ. തോക്കുപയോഗിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? സ്റ്റാൻലിയിൽ പ്രകടമായ പതർച്ചയുണ്ടായി. ഞാൻ ആത്മരക്ഷാർത്ഥം തോക്കെടുത്തതാണ് സാർ. ഇല്ലെങ്കിൽ ഈ രാക്ഷസി ഇപ്പോൾ എന്നെ കൊന്നേനെ. ഇവളൊരു കൊലപാതകയാണ് സാർ. ആഭ്യന്തരമന്ത്രി CT തോമസിനെ കൊന്നത് ഇവളാണ്. എൻ്റെ പക്കൽ തെളിവുകളുണ്ട് സാർ. അലക്സാണ്ടർ ഡിസൂസ ചുളിഞ്ഞ നെറ്റിയോടെ സ്റ്റാൻലിയെ നോക്കി. നിങ്ങൾ പറയുന്നത് സത്യമാണ് സാർ. തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. എങ്കിൽ ഇനിയുള്ള കാര്യം എനിക്ക് വിട്ടു തന്നേക്കൂ. ഒരൊറ്റ കുറ്റവാളിയും രക്ഷപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സ്റ്റാൻലിയുടെ മുഖം തെളിഞ്ഞു. നിങ്ങൾ ആ തോക്ക് മാറ്റി പുറത്തു വരൂ. ഇവർ എൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടുകയോ? നല്ല കഥയായി. ആ വാക്കുകളെ സ്റ്റാൻലി വിശ്വസിച്ചു. അയാൾ തോക്കുമാറ്റി ഡോർ തുറന്ന് പുറത്തിറങ്ങി. കൈലേസ് ചേർത്ത് പിടിച്ച് അയാൾ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി കോൺസ്റ്റബിൾസിനെ ഏൽപ്പിച്ചു. ദിവ്യമാതായും കാറിൽ നിന്നിറങ്ങി. ആശ്വാസത്തോടെ അവർ വിയർപ്പ് തുടച്ചു. ഇൻസ്പെക്ടർ, കാര്യങ്ങൾ നിങ്ങളും കണ്ടതാണല്ലോ. ഇവിടെ കയറി വന്ന് എന്നെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി ഇവൻ പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കളവാണ് സാർ. ഇന്നലെ രാത്രി എൻ്റെ ബൈക്കിൽ വാൻ കൊണ്ട് ഇടിച്ചു മറിച്ചിട്ട് ഇവർ എന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവരികയായിരുന്നു. കാണാത്ത കാര്യം വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സ്റ്റാൻലി. എന്നിരുന്നാലും നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. പക്ഷെ എനിക്ക് പരാതിയുണ്ട് ഇൻസ്പെക്ടർ, ദിവ്യമാത പറഞ്ഞു. പരിപാവനമായ ഈ ആശ്രമത്തിൽ അതിക്രമിച്ച് കടന്ന് ഇവൻ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾക്ക് അതിരില്ല. ഒരു പത്രപ്രവർത്തകനാണെന്ന് കരുതി എന്ത് തോന്നിയാസവുമാകാമെന്നാണോ? അമ്മ ഒരു പരാതി എഴുതി തരൂ. തീർച്ചയായും. സ്റ്റാൻലി, കമോൺ. അലക്സാണ്ടർ ഡിസൂസ ജീപ്പിൽ കയറി. പിന്നാലെ സ്റ്റാൻലിയും. ജീപ്പ് വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞുപോയി. പോലീസ് സ്റ്റേഷൻ. മണലിൽ ടയർ ഉരഞ്ഞു നിന്നു. പോലീസുകാർക്കൊപ്പം പുറത്തിറങ്ങിയ സ്റ്റാൻലിയുടെ കഴുത്തിൽ ആദ്യത്തെ അടി വീണു. സാർ, അമ്പരപ്പോടെ സ്റ്റാൻലി വിളിച്ചു. അലക്സാണ്ടർ ഡിസൂസ അത് ശ്രദ്ധിക്കാതെ അയാളെ പോലീസുകാർക്കിടയിലേക്ക് തള്ളി. കിട്ടിയവർ ഒന്നും രണ്ടും വീതം കൊടുത്ത് അകത്തേക്ക് നടത്തി. അലക്സാണ്ടർ ഡിസൂസ തന്റെ തൊപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. തന്തയ്ക്ക് പറക്കാത്തവനെ, നിനക്ക് തെമ്മാടിത്തരം കാണിക്കാൻ മറ്റൊരിടവും കണ്ടില്ല അല്ലേ? സാർ, ഞാൻ സത്യം പറയണം. നീ എന്തിനാണ് ആശ്രമത്തിൽ പോയത്? എന്നെ അവർ പിടിച്ചുകൊണ്ട് പോയതാ സാറേ. മുഖമടച്ച് ഒരടിയായിരുന്നു മറുപടി. നിന്നെ അവർക്കെന്തിനാടാ? ഒന്ന് വട്ടം കറങ്ങി നേരെ നിന്നിട്ട് സ്റ്റാൻലി അറിയിച്ചു. അവരാണ് സാർ ആഭ്യന്തരമന്ത്രിയെ കൊന്നത്. മൃതദേഹം കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നതും കത്തിക്കുന്നതും ഞാൻ കണ്ടതാണ്. അവയുടെ ഫോട്ടോകൾ ഞാൻ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർ എന്നെ മാന്യമായിട്ട് കഴിയുന്നവരെ നീ കൊലയാളിയാക്കുന്നോടാ. ഞാൻ സത്യമാ സാറേ പറഞ്ഞത്. ഓഹോ. നാഭിയിൽ ചവിട്ടേറ്റ സ്റ്റാൻലി പിന്നോട്ട് മറിഞ്ഞു. ഒരു പുഴുവിനെ പോലെ തറയിൽ കിടന്ന് പുളഞ്ഞു. അരുന്ധതി തങ്ങളുടെ വീടായ ബ്ലൂ ഗാർഡനിൽ തിരികെ എത്തുമ്പോൾ വിസിറ്റിംഗ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു മുൻ മന്ത്രി രാജശേഖരൻ. അമ്മായിയപ്പനെ മുന്നിൽ കണ്ടപ്പോൾ അവൾ ഒന്ന് പതറാതിരുന്നില്ല. മോൾ എവിടെ പോയി? അദ്ദേഹം തിരക്കി. അവൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പെട്ടെന്ന് പറഞ്ഞു, ഒരു കുഞ്ഞിനെ. വർമ്മ പറഞ്ഞിരുന്നു. ഇക്കാലത്ത് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. കുട്ടികളില്ലാത്ത എത്രയോ മാതാപിതാക്കൾ ഈ മാർഗം അവലംബിക്കുന്നു.
അതിരിക്കട്ടെ, മോൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടോ? ഇല്ല ഡാഡി. അവൾ അകത്തേക്ക് നടന്നു. വിശപ്പ് മരിച്ചിരിക്കുന്നു. പലതും ചിന്തിച്ചുകൊണ്ട് ഏറെ നേരം കിടന്നു. മഹാഗുരുജിയിൽ നിന്നും തനിക്കൊരിക്കലും മോചനമില്ലെന്ന് അവൾക്ക് തോന്നി. ഒരെട്ടുകാലിയെ പോലെ വല മുറുക്കിയിരിക്കുകയാണ് അയാൾ. എങ്കിലും തൻ്റെ കുഞ്ഞ്, അവൾക്ക് വേണ്ടിയാണ് താൻ ഇതെല്ലാം സഹിക്കുന്നത്. അരുന്ധതി ഓർത്തു. തൻ്റെ ജോമോൻ. ഈശ്വര, ആ നശിച്ച സന്യാസിയെ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴാണ് മറന്നു കിടന്നത് പലതും ഓർക്കുന്നത്. അല്ലെങ്കിലും ജോമോനെ തനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ. തൻ്റെ പ്രാണനായിരുന്നില്ലേ? അതൊരു കാലം. മനസ്സിൽ നിറങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലം. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടായിരുന്നല്ലോ. അച്ഛൻ കേരളത്തിലെ IG. പിന്നെന്തു വേണം? ബാംഗ്ലൂരിൽ പഠിക്കണമെന്ന് പറഞ്ഞതും അച്ഛൻ തന്നെ. പക്ഷേ അമ്മയ്ക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല. നോക്കത്താത്ത ദൂരത്തൊന്നും പെണ്ണിനെ പഠിക്കാൻ വിടണ്ടെന്നേ അമ്മ എപ്പോഴും പറയും. എടീ, അവൾ എൻ്റെ മോളാ. എവിടെയായാലും അവൾക്ക് അവളുടെ കാര്യം നോക്കാൻ അറിയാം. എപ്പോഴാണ് ജോമോനുമായി അടുത്തത്? ആവോ, കോളേജ് ഹീറോ ആയിരുന്നു ജോമോൻ. എത്രയോ തവണ നഗരത്തിൻ്റെ മാറിലൂടെ ജോമോൻ്റെ അരയിൽ കൈ ചുറ്റി ബൈക്കിൽ സഞ്ചരിച്ചിരിക്കുന്നു. ലാൽബാഗിൽ കെട്ടിപ്പിടിച്ചുരുണ്ടിരിക്കുന്നു. മലയാളികളായ ടൂറിസ്റ്റുകളുടെ മുന്നിൽ ഹിന്ദിക്കാരായി അഭിനയിച്ചിരിക്കുന്നു. എല്ലാം മറന്ന് ഇഷ്ടപ്പെട്ട പുരുഷന് വേണ്ടി കാത്തു സൂക്ഷിച്ചതൊക്കെയും കൈമാറിയിട്ടും കുറ്റബോധം തോന്നിയിരുന്നില്ല. അതും എത്ര തവണ. അവസാനം എവിടെയാണ് ചുവടുകൾ പിഴച്ചത്? അതെ, താൻ ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസം. പക്ഷേ ജോമോന് നിറഞ്ഞ സന്തോഷമായിരുന്നു. അഭിമാനത്തോടെ പറഞ്ഞു, അതിനെന്താ, ഞാനൊരു അച്ഛനാകാൻ പോവുകയല്ലേ. വീട്ടിലേക്ക് ഇന്ന് തന്നെ കത്തെഴുതുന്നുണ്ട്. അടുത്തൊരു മുഹൂർത്തത്തിൽ തന്നെ വിവാഹം. നിറഞ്ഞ സന്തോഷത്തോടെ ആ മാറിൽ തലചാച്ചു കിടക്കുമ്പോൾ ലോഡ്ജിൻ്റെ വാതിലിൽ ആഞ്ഞു മുട്ടുന്നു. വേണ്ട, ഒന്നും ഓർക്കണ്ട. അരുന്ധതി കിടക്കയിൽ നിന്ന് എണീറ്റു. ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു. പക്ഷേ ഓർമ്മകൾ പിന്തുടരുകയാണല്ലോ. ആ നശിച്ച ദിവസം കഥകിൽ വീണ്ടും വീണ്ടും തട്ടുകയാണ്. ഛേ, ആരാണത്? അരുന്ധതിയെ തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റി ജോമോൻ എണീറ്റ് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ പോലീസ്. അവരുടെ കഴുകൻ കണ്ണുകൾ അരുന്ധതിയെ കണ്ടു കഴിഞ്ഞിരുന്നു. അതാരാടാ? SI തിരക്കി. എൻ്റെ ഭാര്യയാണ് സാർ. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണോ? അതെ സാർ. SIയും പോലീസുകാരും അകത്തേക്ക് വന്നു. അവരുടെ കണ്ണുകൾ അരുന്ധതിയെ കൊത്തിപ്പറിച്ചു. താലിമാല എവിടെ? ആ ചോദ്യത്തിന് മുന്നിൽ ഇരുവരും പതറി. സാർ, ഞങ്ങൾ ഉടനെ വിവാഹിതരാകും. ജോമോൻ സത്യം പറഞ്ഞു. കേരളത്തിലെ ഒരു IG-യുടെ മകളാണിത്. ഓ, I see. SI വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. കേരളത്തിലെ പെൺകുട്ടികൾ എന്തിനും മുതിരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസമല്ലേ ഒരു സിനിമ കണ്ടിട്ട് കുറച്ച് പിള്ളേർ ഗോവയ്ക്ക് പോയത്? ജോമോൻ പറഞ്ഞു. ഇതങ്ങനെയല്ല സാർ. പിന്നെ എങ്ങനെയാണ് സാർ? SI കോൺസ്റ്റബിൾസിനെ നോക്കി. ഈ റാസ്കലിനെ പിടിച്ച് ജീപ്പിൽ കയറ്റ്. നോ, ഇത് അതിക്രമമാണ്. യാ. പോലീസുകാർ ജോമോനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. SIയുടെ കനത്ത കരം അവളുടെ തോളിലമർന്നു. നിങ്ങൾ നല്ലപോലെ സുഖിച്ചോ? ഛി! അവൾ ആ കൈ തട്ടിമാറ്റി. കവിളത്ത് പടക്കം പൊട്ടുന്നത് പോലുള്ള അടിയേറ്റവൾ പുളഞ്ഞു. അവളെയും അവർ ജീപ്പിൽ കയറ്റി. അത് പാഞ്ഞുപോയി. ഒരിടത്തെത്തിയപ്പോൾ ജീപ്പ് നിന്നു. അധികം ആൾപ്പാർപ്പില്ലാത്ത ഭാഗം. പോലീസുകാർ ജോമോനെ പുറത്തേക്ക് തള്ളി. അവൻ റോഡിൽ കമിഴ്ന്നു വീണു. പിന്നാലെ ചാടാൻ തുടങ്ങിയ അരുന്ധതിയെ അവർ പിടിച്ചമർത്തി. ജീപ്പ് നീങ്ങി. ആ യാത്ര അവസാനിച്ചത് ഒരാശ്രമത്തിലായിരുന്നു. സ്വാമി സത്യാനന്ദയുടെ ആശ്രമം. പോലീസുകാർ അവളെ സ്വാമിയുടെ മുന്നിലെത്തിച്ചു. അവളുടെ സൗന്ദര്യം കണ്ട് സ്വാമിയുടെ കണ്ണുകളിൽ വൈരക്കല്ലുകളുടെ തിളക്കം. എന്താ മകളെ? വളരെ സ്നേഹപൂർവ്വം സ്വാമി തിരക്കി. എന്നെ രക്ഷിക്കണം സ്വാമി. അവൾ അയാളുടെ കാൽക്കൽ വീണു. പോലീസുകാരെ കൈചൂണ്ടി പറഞ്ഞു. ഇവർ ഇവർ ഇല്ല, ഇനി ഇവർ ഒന്നും ചെയ്യില്ല. എൻ്റെ ജോമോനെ റോഡിൽ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്താം. അവൾ ആശ്വസിച്ചു. പോലീസ് മടങ്ങിപ്പോയി. എനിക്ക് പോണം സ്വാമി. വിടാമല്ലോ. സ്വാമി കൈയടിച്ചു. ഒരു സ്ത്രീ അവിടേക്ക് വന്നു. ഈ കുട്ടി ക്ഷീണിതയാണ്, വരൂ. ആ സ്ത്രീ അവളെ വിളിച്ചുകൊണ്ടുപോയി. അവൾക്ക് അപൂർവ രുചിയുള്ള ഒരുതരം പാനീയം കൊടുത്തു. ആർത്തിയോടെ അവൾ അത് കഴിച്ചു. മനസ്സിനും ശരീരത്തിനും വല്ലാത്ത സന്തോഷം. കുട്ടി ഇവിടെ ഇരിക്കും. സ്ത്രീ പോയി. അവൾ അല്പനേരം കഴിഞ്ഞപ്പോൾ പതിയെ കിടക്കയിലേക്ക് ചാഞ്ഞു. ജീപ്പിൽ വെച്ച് പോലീസുകാർ എന്തൊക്കെയാണ് ചെയ്തത്? അമ്മയും പെങ്ങന്മാരുമില്ലാത്ത ശവങ്ങൾ. വാതിൽക്കൽ ശബ്ദം കേട്ടാണ് തലതിരിച്ചത്. ഞെട്ടിപ്പോയി. വാതിലടയ്ക്കുന്ന സ്വാമി സത്യാനന്ദ. അവൾ ചാടി എണീറ്റു. സ്വാമി ചിരിച്ചു. കണ്ണുകളിൽ കാമം തിളച്ചു മറിഞ്ഞു. സ്വാമി,
കുട്ടി, ഈ ശരീരം മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകാൻ വേണ്ടിയുള്ളതാണ്. ജീവിതം ആസ്വദിക്കുവാനും. നശിച്ചു പോകാനുള്ളൊരു ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രയോജനമുണ്ടാകുന്നോ അത്രയും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. വേണ്ട സ്വാമി, ദൈവത്തെ ഓർത്ത്. ഇതിൽ യാതൊരു തെറ്റുമില്ല കുട്ടി. എന്നാലും വേണ്ട സ്വാമി, ഞാൻ ജോമോനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. അതെയോ, മിടുക്കി, നീ അത്രയും പറ്റിച്ചു കളഞ്ഞല്ലോ. സ്വാമി ഒരു പുഷ്പമെടുക്കുന്ന ലാഘവത്തോടെ അവളെ എടുത്ത് കിടക്കയിലേക്ക് എറിഞ്ഞു. എതിർത്ത് ജയിക്കുവാൻ സ്വാമിയുടെ ശക്തി അനുവദിച്ചില്ല. സഹിച്ചു, അല്ലാതെ എന്തു ചെയ്യാൻ. സ്വാമിയുടെ ഊഴം കഴിഞ്ഞപ്പോൾ അവളെ അവിടേക്ക് കൊണ്ടുവന്ന ഇൻസ്പെക്ടർ എത്തി. ആശ്രമം ഇരുളിൽ മുങ്ങി. പലതവണ ആ മുറിയുടെ വാതിൽ തുറന്നടഞ്ഞു. ബാംഗ്ലൂരിലെ വമ്പന്മാരിൽ പലരും. നേരം പുലർന്നപ്പോൾ സ്വാമി വീണ്ടും വന്നു. അരുന്ധതി, നിനക്ക് പോകാം. പക്ഷേ ഓർമ്മയിൽ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. ഏതു നിമിഷം ഞാൻ വിളിച്ചാലും നീ എത്തണം. ഇല്ല, ഞാൻ വരില്ല. നീ വരും. ഇല്ലെങ്കിൽ ഇന്നലെ നീ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഇവിടത്തെയും കേരളത്തെയും സിനിമാ തിയേറ്ററുകളിൽ ഉച്ചപ്പടങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടും. തളർന്നു പോയി അരുന്ധതി. വേച്ചു പോകുന്ന കാലടികളോടെ അവിടെ നിന്നിറങ്ങി. ഹോസ്റ്റലിൽ എത്തിയപ്പോഴേ അറിഞ്ഞു ജോമോൻ പലതവണ വന്ന് തിരക്കിയിട്ട് പോയി എന്ന്. ഫോൺ ചെയ്തു. ബൈക്കിൻ്റെ ശബ്ദം. അവൾ തലതിരിച്ചു. ജോമോൻ. അവൾ അവൻ്റെ അരികിൽ ഓടിയെത്തി. കയറ്, അവൻ പറഞ്ഞു. അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബൈക്ക് പറന്നു. ലാൽ ബാഗിൻ്റെ പടിഞ്ഞാറേ മൂലയിൽ കൂറ്റൻ വൃക്ഷച്ചുവട്ടിൽ ഇരുന്നിട്ട് അവൻ പറഞ്ഞു, എല്ലാം പറയൂ. അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന അവളുടെ ദുഃഖം അണപൊട്ടിയൊഴുകി. ഇന്നലെ ഞാൻ അന്വേഷിക്കാത്ത ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ പോലും ഈ ബാംഗ്ലൂർ സിറ്റിയിലില്ല. ഒരിടത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിന്നെ കൊണ്ടുചെന്നിട്ടില്ല എന്നറിഞ്ഞു. നീ ഇതുവരെ എവിടെയായിരുന്നു? നിന്നെ എവിടെയാണ് അവർ എത്തിച്ചത്? ജോമോൻ, എന്നോടൊന്നും ചോദിക്കരുത്. പാപിയാണ് ഞാൻ. ഇനി എന്നെ കാണുക പോലും അരുത്. അവൾ കരയുകയാണ്. അവൻ അവളുടെ ഭുജങ്ങളിൽ ശക്തിയായി പിടിച്ചു കുലുക്കി. താടി പിടിച്ചുയർത്തി. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരമല്ല നീ പറയുന്നത്. എന്തുണ്ടായി എന്ന് എനിക്കറിയണം. അവസാനം അവനോട് പറയാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാം കേട്ടുകഴിഞ്ഞതും കൊടുങ്കാറ്റ് പോലെ അവൻ ചാടി എണീറ്റ് പുറത്തേക്ക് പാഞ്ഞു. ആ ബാസ്റ്റാർഡിനെ ഇന്ന് ഞാൻ കൊല്ലും. ജോമോൻ, വേണ്ട ജോമോൻ. അവൾ പിന്നാലെ ഓടി. പക്ഷേ അകന്നു പോകുന്ന ബൈക്കാണ് കണ്ടത്. അന്ന് പിന്നെ അവനെ കണ്ടില്ല. അടുത്ത ദിവസം അറിഞ്ഞു തെരുവിൽ ജോമോന്റെ മൃതദേഹം. അലറി വിളിച്ചുകൊണ്ട് ഓടിയെത്തിയവൾ ഒന്നേ നോക്കിയുള്ളൂ. കൊത്തി നുറുക്കി. ഈശ്വര, കണ്ണിൽ ഇരുൾ നിറയുന്നു. അടുത്ത ദിവസമാണ് സുബോധം വീണ്ടു കിട്ടിയത്. പക്ഷേ അപ്പോഴേക്കും ജോമോന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. സ്വാമിയുടെ ഫോൺ സന്ദേശം അടിക്കടി അവളെ തേടിയെത്തി. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അവൾ പലർക്കും കിടക്കയൊരുക്കി. അങ്ങനെ ഇരിക്കുകയായിരുന്നു ആ രക്ഷപ്പെടൽ. ആരോടും പറയാതെ മംഗലാപുരത്തുള്ളൊരു കൂട്ടുകാരിയോടൊപ്പം കഴിഞ്ഞു. അവിടെ വച്ച് പ്രസവിച്ചു. കുഞ്ഞിനെ ഓർഫനേജിൽ എത്തിച്ചു. ജോമോന്റെ അതേ മുഖമുള്ള മകൾ. വിവാഹം വേണ്ടെന്ന് ശഠിച്ച് ഒരുപാട് കാലം പിടിച്ചു നിന്നു. പക്ഷേ അടിക്കടിയുള്ള വീട്ടുകാരുടെ നിർബന്ധം. അങ്ങനെയായിരുന്നു വിവാഹം. താഴെ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അരുന്ധതി ചിന്തയിൽ നിന്നുണർന്നു. അടുത്തു വരുന്ന കാലച്ച. അവൾ എണീറ്റപ്പോഴേക്കും വർമ്മ മുറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ മുഖത്തെ ഗൗരവം അവളെ ഭയപ്പെടുത്തി. നീ ഇന്ന് എവിടെ പോയിരുന്നു? അയാളുടെ ചോദ്യം കേട്ട് അവൾ സ്തബ്ധയായി. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായി ചുവന്ന സന്യാസി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.